ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം വിത്ത് എസ്കെയിനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് വാർത്തകൾ വന്നൊരു വാർത്താപ്പകലാണ് അവസാനിക്കുന്നത്. അത് പുതിയതായി നമുക്ക് ഷോക്കേൽപ്പിക്കുന്ന ചില വാർത്തകളും വരുന്നു. വാർത്തകളൊക്കെ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കണം. ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തുടങ്ങുകയാണ് പ്രൈം ടൈം വിത്ത് എസ്കെയിൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസവും രാത്രി 8:30 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ വാർത്തകളും വാർത്തയ്ക്കപ്പുറത്തുള്ള ലോകമൊക്കെ പരിശോധിക്കുന്ന പുതിയ പരിപാടിയാണ് പ്രൈം ടൈം വിത്ത് എസ്കെയിൻ. നമ്മൾ ഒന്നിച്ച് രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മൾ കുറച്ചധികം സമയം ചെലവഴിക്കുന്ന പോലെ രാത്രിയിൽ നമ്മൾ കുറച്ച് നേരം ഒന്നിച്ചു പോകുന്നു. വാർത്തകളെ നമ്മൾ ഒന്നിച്ച് നേരിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് സൈക്ലിങ്ങിന് പോയ 20 വയസ്സുകാരനെ സൈക്കിൾ സഹിതം കാണാതായിട്ട് ഇന്ന് 53 ദിവസങ്ങൾ തികയുന്നു. പള്ളുരുത്തിയിലെ ആദം ജോ ആന്റണിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപമാണ് യുവാവിനെ അവസാനമായിട്ട് കണ്ടത്. പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ്. കഴിഞ്ഞ ജൂലൈ 28 വെളുപ്പിനാണ് ആദം സാധാരണ എപ്പോഴും സൈക്ലിങ്ങിന് പോകാറുള്ളതാണ്. അപ്പോൾ അന്നും പതിവ് പോലെ സൈക്ലിങ്ങിന് ഇറങ്ങിയതാണ്. വെളുപ്പിന് ഒരു 3:10 3:15 പോയത്. പക്ഷേ ഒരു 10 മണിയായിട്ടും ആൾ കാണാത്തതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു പോയിരുന്നു. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. അവർ നമ്മുടെ ബുദ്ധിമുട്ട് പോലെ തന്നെ വളരെ ശക്തമായി തന്നെ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. എന്നിരുന്നാലും മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അത് ACPക്കും DCPക്കും അവർ കൈമാറുകയും അതിനൊരു മറുപടി ഒരു 15 ദിവസത്തിനുള്ളിൽ അറിയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അത് എവിടെയാണ്, അതിന് ഇനി എന്താണ് അതിൻ്റെ തുടർ നടപടികളോ കാര്യങ്ങളോ, അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്യാംകുമാർ, ഇത്രയധികം ദിവസങ്ങൾ കടന്നുപോയിട്ടും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? SKN 53ാമത്തെ ദിവസമാണ് ഇന്ന് ആദത്തെ കാണാതായിട്ട്. അച്ഛനും അമ്മയും അനുജനും ഒക്കെ ആ യുവാവിന് വേണ്ടി 20 വയസ്സുള്ള ചെറുപ്പക്കാരന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എല്ലാ ദിവസവും രാവിലെ സൈക്ലിങ്ങിന് പോകുന്നയാളാണ് ആദം. CAയുടെയൊക്കെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചിരുന്ന ആ യുവാവാണ് ഒരു ദിവസം രാവിലെ കാണാതാകുന്നത്. ഇന്ന് 53ാം ദിവസമാണ്. പ്രത്യേക അന്വേഷണ സംഘം പള്ളുരുത്തി പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ യുവാവ് എവിടെ എന്നുള്ളത് ഒരു വിവരവുമില്ല. ആദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രവിപുരത്താണ് അവസാനം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CCTVയിലാണ് ഏറ്റവും അവസാനം സൈക്കിളുമായി സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളത് നഗരത്തിലെ എല്ലാ CCTVകൾ പരിശോധിച്ചിട്ടും അത്തരത്തിലൊരു ദൃശ്യം പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൊച്ചി പോലെ ഒരു നഗരത്തിൽ തന്നെ ഇത്തരത്തിലൊരു തിരോധാനം ഉണ്ടായി എന്നുള്ളത് ഞെട്ടിക്കുന്നത്. ഏതായാലും ഈ യുവാവിന് വേണ്ടി അച്ഛനും അമ്മയും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസും ചട്ടപ്പടി അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പള്ളുരുത്തി പോലീസാണ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ 15 ദിവസത്തിനകം അതിന് മറുപടി പറയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പക്ഷേ ഇന്ന് 18ാമത്തെ ദിവസമാണ്. അപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദം ജോ ആന്റണി എന്ന് പറയുന്ന ആ 20 വയസ്സുകാരൻ എവിടെ എന്നുള്ളതിൽ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു സൂചനയോ പോലും ലഭിക്കുന്നില്ല. ഏറ്റവും അവസാനം ആദത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരം ലഭിച്ചത് തുറവൂരിൽ വെച്ച് കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പള്ളുരുത്തി പോലീസിന് സാധിക്കുന്നില്ല. കേരളത്തിൽ തന്നെ കുട്ടികളെ കാണാതായാൽ വളരെ വേഗത്തിൽ അന്വേഷിക്കുന്ന ഒരു സംവിധാനമുള്ള പോലീസാണ് കേരള പോലീസ്. പക്ഷേ ആദം ജോ ആന്റണി എന്ന് പറയുന്ന ഒരു 20കാരൻ, അതും കൊച്ചി സിറ്റി പോലെ നിരീക്ഷണ ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വളരെയുള്ള സ്ഥലത്ത് സൈക്കിൾ സഹിതം അപ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ 53 ദിവസമാകുന്നു. പക്ഷേ ഒരു തുമ്പ് പോലും പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. 4 പേരടങ്ങുന്ന ഒരു പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഫോർട്ട് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ആദത്തെ കാണാതായ ആ സ്ഥലത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഏതായാലും ഈ ചെറുപ്പക്കാരൻ 20 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ എവിടെ എന്നുള്ളതിൽ വലിയ ആശങ്കയിലാണ് ആ കുടുംബം. പക്ഷേ കേരള പോലീസിന് ആ യുവാവിനെ കുറിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പള്ളുരുത്തി പോലീസിന് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ 53 ദിവസമായിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദം ജോ ആന്റണി സൈക്കിൾ ഉൾപ്പെടെ അപ്രത്യക്ഷമായി എന്ന വാർത്ത വന്നിട്ട് ഇപ്പോൾ 53ാമത്തെ ദിവസമാണ് ഇന്ന്. എന്തായാലും വഴിക്കണ്ടുമായി മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു, എപ്പോൾ മടങ്ങി വരുമെന്നൊക്കെ ആലോചിച്ച്.
ഇന്ന് വളരെ ആശ്വാസകരമായൊരു വാർത്ത മലപ്പുറത്ത് നിന്ന് വന്നു. 2 വാർത്തകൾ വന്നു. അതിലൊരു വാർത്ത നിപ്പ അതിൻ്റെ 10 പേരുടെ പരിശോധന ഫലം കൂടി വന്നു. അതിൽ 10 പേരുടെയും ഫലം നെഗറ്റീവാണ് എന്ന ആശ്വാസകരമായ വാർത്ത വന്നു. ഇതിൽ മരിച്ച യുവാവിൻ്റെ മാതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഫലം നെഗറ്റീവാണെന്ന് കണ്ടു. 11 പേർ കൂടി ഇനി സമ്പർക്ക പട്ടികയിലുണ്ട്. 266 പേരാണ് സമ്പർക്ക പട്ടികയിൽ നിലവിലുള്ളത്. രോഗലക്ഷണങ്ങളുമായി 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതോടെ 26 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിരിക്കുന്നത്. രോഗിയെ ചികിത്സിച്ച ഡോക്ടറെ പരിശോധനാ ഫലവും നെഗറ്റീവായി. അതുകൊണ്ട് നിപ്പയിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. അതേസമയം ഇന്ന് കുരങ്ങുപനി സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത നമ്മളെ വല്ലാതെ അലോസരപ്പെടുന്നുണ്ട്. ആ വാർത്തയിലേക്കൊക്കെ വരാം. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ എടുക്കാനുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്. ലെബനനിൽ ഇന്നും സ്ഫോടനം. പേജർ സ്ഫോടന പരമ്പരയിൽ പൊട്ടിത്തെറിച്ച് മരിച്ചയാളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് മറ്റ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. പേജർ പൊട്ടിത്തെറിച്ചു, ഇത്ര 11 പേരോളം മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിശയമായി. പേജർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ? ഇപ്പോൾ വാക്കി ടാക്കി ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്ത വരുന്നത്. നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ കൂടി ചേരുകയാണ്. രാംകുമാർ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിനെക്കുറിച്ച്? SKN ഇന്നലത്തെ പേജർ പൊട്ടിത്തെറിയുടെ ഞെട്ടലിൽ നിന്ന് ഹിസ്ബുള്ളയും ലബനനും മോചിതമാകുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ 3 മരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ വോക്കി ടോക്കികൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നത്. തലസ്ഥാനമായ ബെയ്റൂത്തിനും അതിന് സമീപ പ്രദേശങ്ങളായ ടയർ, നബാട്ടിയ തുടങ്ങിയ നഗരങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരാളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെയാണ് വോക്കി ടോക്കികളിൽ ഒന്ന് ഇതുപോലെ പൊട്ടിത്തെറിച്ചത്. മറ്റൊരിടത്ത് ഒരു കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അയാളുടെ കൈവശമുണ്ടായിരുന്ന വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്. ഈ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് കാറിന് തീപിടിക്കുകയും ആ കാർ പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത്. ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് സമാനമായ ഒരു സംഭവം തന്നെ, അല്ലെങ്കിൽ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ വോക്കി ടോക്കികളുടെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വോക്കി ടോക്കി ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഹിസ്ബുള്ള അംഗങ്ങൾ പരസ്പരം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഈ വോക്കി ടോക്കികൾ. ഇന്നലത്തെ പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന ആരോപണം ഹിസ്ബുള്ളയും ഇറാനും കടുപ്പിച്ച ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേലിലേക്ക് 20 റോക്കറ്റുകളാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള തൊടുത്തത്. ഇവ നിർവീര്യമാക്കി എന്ന് IDF അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലെബനനിൽ നിന്ന് വീണ്ടും വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു എന്ന വാർത്തകൾ വരുന്നത്. ഇതിനോടകം തന്നെ 3 പേരുടെ മരണമാണ് ലെബനന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും അവരുടെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. SKN. ഓക്കെ, രാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു, പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു. ലെബനിൽ നിന്നുള്ള തീവ്രവാദത്തിൻ്റെ മറ്റ് മുഖമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നൊരു വാർത്ത അറിയിക്കുന്നു. പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളിൽ ഒരാൾ വീട്ടിൽ മടങ്ങിയെത്തി. 17-കാരിയാണ് ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് വേണ്ടി പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഞാൻ കടക്കുന്നു. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും സ്ഫോടന പരമ്പര. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന വാക്കി ടോക്കികൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് 3 പേർക്ക് അന്ത്യം സംഭവിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പിന്നിൽ ചാരസംഘടന മൊസാദ് എന്ന ആരോപണം. ഇന്നലെയും ഇന്നുമായി ഉണ്ടായ സ്ഫോടനങ്ങളിൽ പ്രതികരിക്കാതെ ഇസ്രായേൽ. 24 ബ്രേക്കിംഗ്. എറണാകുളം പള്ളുരുത്തിയിൽ സൈക്ലിങ്ങിന് പോയ 20-കാരനെ കാണാതായിട്ട് ഇന്ന് 53 ദിവസം തികയുന്നു. ആദം ജോ ആന്റണി എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും പോലീസിന് ഉത്തരമില്ല. യുവാവിനെ അവസാനമായി കണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപം. അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. മലപ്പുറത്ത് എംബോക്സ് എന്ന കുരങ്ങുപനി സ്ഥിരീകരിച്ചു. രോഗബാധ UAE-യിൽ നിന്ന് വന്ന 38-കാരന്. പകർച്ച സാധ്യത കൂടുതലെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട്. തീരത്തിലെ ശവങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റ് രണ്ടാമത് ആളുകളിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് ഐസൊലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് തന്നെ ഇതിന്റെ ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു. അപ്പൊ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. എല്ലാ ജില്ലകളിലും ഐസൊലേഷന് വേണ്ടി നോഡൽ ഓഫീസേഴ്സിനെ നിയമിച്ചു. രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ്.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക് അതിവേഗം കടന്ന കേന്ദ്ര സർക്കാർ. രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർക്കുമെന്ന് കോൺഗ്രസ്. കേന്ദ്ര തീരുമാനം നടപ്പാകാൻ പോകുന്നില്ലെന്ന് KC വേണുഗോപാൽ. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. 24 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് 60% കടക്കും. വോട്ടെടുപ്പ് സമാധാനപരം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയ കോൺഗ്രസ്. പാവപ്പെട്ടവർക്ക് വീടും കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയും പ്രധാന വാഗ്ദാനങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കണക്ക് നൽകിയിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൃത്യമായ കണക്ക് നൽകിയാൽ കേന്ദ്രം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. ദുരിതാശ്വാസ കണക്കുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ തിരിച്ചടിയാകുമെന്ന് ആശങ്ക പങ്കുവച്ച മന്ത്രിമാർ. നിയമ നടപടിയിലേക്കെന്ന് DYFI. തൃശൂർ നഗരം കീഴടക്കി പുലികൾ. സ്വരാജ് റൗണ്ടിൽ ആവേശം അലകടലായി. പുലിക്കളി പ്രേമികൾക്ക് വിസ്മയ കാഴ്ച സമ്മാനിച്ച ദേശക്കാർ. ആറന്മുള ഉത്തിരിട്ടാതി വള്ളംകളിയിൽ മന്നം ട്രോഫി കോയിപ്പുറം പള്ളിയോടത്തിന്. ബി ബാച്ചിൽ കോറ്റാത്തൂർ ജേതാക്കൾ. രാഷ്ട്രീയ ഇസ്ലാം പരാമർശത്തിൽ വിശദീകരണവുമായി CPM നേതാവ് P. ജയരാജൻ. കേരളത്തിൽ ഇപ്പോൾ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി പറഞ്ഞിട്ടില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ദീപിക മുഖപ്രസംഗത്തിന് വിമർശനം. P. ജയരാജന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഷിരൂർ ദൗത്യത്തിന് വീണ്ടും പ്രതീക്ഷയുടെ നാളുകൾ. തിരച്ചിലുള്ള ട്രെഡ്ജർ കാർവാറിലെത്തിച്ചു. ഗംഗാവലി പുഴയിലെ സാഹചര്യം പരിശോധിച്ച ശേഷം ഷിരൂരിലെത്തിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ഇന്ന്. നിലവിൽ കാലാവസ്ഥ അനുകൂലം. പ്രേക്ഷകർക്ക് വീണ്ടും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ന് വന്ന ഏറ്റവും സങ്കടകരവും അലവസരപ്പെടുന്ന ഒരു വാർത്ത മലപ്പുറത്ത് നിന്നാണ്. എംപോക്സ് മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. കുരങ്ങുപനി എന്ന പേരിൽ അറിയപ്പെടുന്ന മങ്കി പോക്സ് ആണ് സ്ഥിരീകരിച്ചത്. UAE നിന്നെത്തിയ ഒതായി സ്വദേശി 38-കാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തരണമെന്ന് ആരോഗ്യവകുപ്പ് ഇന്ന് നിർദ്ദേശിച്ചു. ജാഗ്രത പാലിക്കണമെന്നും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് 24 പറഞ്ഞു. UAE നിന്നെത്തിയ 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. കാരണം വ്യക്തമായ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരുന്നു. അപ്പോ ആ ചികിത്സ നൽകുന്നുണ്ട്. ഇതുകൂടാതെ രോഗലക്ഷണവുമായിട്ട് എത്തുന്നവർക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുവിൽ ഇപ്പോൾ നിലവിൽ 14 ജില്ലകളിലെയും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഐസൊലേഷൻ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഐസൊലേഷൻ കാര്യങ്ങൾ സംബന്ധിച്ചു അല്ലെ എവിടേക്ക് വരണം എന്നൊക്കെ അറിയാത്തവരും ഉണ്ടാകാം, പുറത്തുനിന്ന് വരുന്നവരൊക്കെ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ജില്ലകളിൽ നോഡൽ ഓഫീസേഴ്സിനെയും ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, യഥാർത്ഥത്തിൽ മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചത് നമുക്ക് അലോസരപ്പെടുന്ന ഒരു വാർത്തയായിട്ട് തന്നെ വരികയാണ്. എന്തെങ്കിലും വേറെ ജാഗ്രതകൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം വന്നിട്ടുണ്ടോ? SKN ഈ കാര്യത്തിൽ ഭീതിയല്ല, കനത്ത ജാഗ്രതയാണ് വേണ്ടത്.
എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പ് പറയുന്നത് നേരത്തെ, അതായത് പോക്സ് ആദ്യമായി കേരളത്തിലെത്തിയ സമയത്ത് ലോകാരോഗ്യ സംഘടന ലോകത്ത് തന്നെ ഒരു മെഡിക്കൽ എമർജൻസി പ്രഖ്യാപിച്ച രീതിയിലുള്ള അപകടകരമായ ഒരു രോഗമാണിത്. കാരണം ഇതിൻ്റെ ഈ വൈറസിൻ്റെ പ്രജനന ശേഷി വളരെ കൂടുതലാണ്. അതായത് ഒരേ സമയത്ത് ഒരാളിൽ നിന്നും നിരവധി പേരിലേക്ക് സ്രവം മുഖേന പകരും. വായു മുഖേനയല്ല, നേരിട്ടുള്ള കോൺടാക്റ്റിലൂടെയാണ് ഇത് പകരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷണം കണ്ട ഉടനെ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തും ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഈ പറയുന്ന രോഗലക്ഷണമുള്ളവർ, അതായത് കടുത്ത പനിയും തീവ്രമായ തലവേദനയും ഒപ്പം തന്നെ കയലവീക്കം, അതുപോലെ ഊർജ്ജസ്വലതയുടെ കുറവ്, ഇത്തരം ലക്ഷണങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നോഡൽ ഓഫീസറുമായോ അല്ലെ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയുമായോ ബന്ധപ്പെടണം. 14 ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് നിപ്പയുടെ കാര്യത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്, മുൻപ് വന്നു, അതിനെ പരാജയപ്പെടുത്തി വീണ്ടും എത്തുകയാണ്. ഇതുതന്നെയാണ് ഈ പറയുന്ന എംപോക്സ് എന്ന മങ്കി പോക്സിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ കേരളം തുരത്തിയതാണ്, പക്ഷേ വീണ്ടും എത്തിയിരിക്കുന്നു. UAE-യിൽ നിന്നും എത്തിയ ഒരു പ്രവാസിക്കാണ് ഇത് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് വലിയ റൂട്ട് മാപ്പ് തന്നെയാണ്. സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ചിലർക്കും പനിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യമന്ത്രിയുമായി ഞാൻ അല്പം മുൻപ് സംസാരിച്ച സമയത്ത് അവരിൽ നിന്നും വ്യക്തമായത്. ഏതായാലും കനത്ത ജാഗ്രത അനിവാര്യമാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്, പൊതുവിൽ മലബാറിൽ പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് വന്നവർ ഏതെങ്കിലും രീതിയിൽ ലക്ഷണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ആശുപത്രിയുമായി നോഡൽ ഓഫീസറുമായി ഒക്കെ ബന്ധപ്പെടണം എന്നുള്ളതാണ്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സർവേലൻസ് പരിശോധന ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ മങ്കി പോക്സിനുള്ള ചികിത്സയും അതുപോലെ തന്നെ സ്രവ പരിശോധനയ്ക്കുള്ള സംവിധാനവും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. കുറേ പ്രേക്ഷകർ ഈ ആദമിൻ്റെ ഫോട്ടോ, ഇന്നലെ 20 വയസ്സുകാരൻ സൈക്കിളുമായി കാണാതായ അയാളുടെ ഫോട്ടോ കാണിക്കുന്നില്ല. ഈ ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു, ഈ ചിത്രമാണ് കാണിച്ചത്. കണ്ടുമുട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാര്യം ഈ ആദമിനെ കാത്ത് മാതാപിതാക്കൾ വളരെ കഴിഞ്ഞ 53 ദിവസങ്ങളായി അവർ വിഷമത്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് ആ ചിത്രം. സൈക്കിളോടെയാണ് ഇയാളെ കാണാതായത്. അപ്പോൾ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ മറ്റൊരു ഒരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നത്, SKN എൻകൗണ്ടറിൻ്റെ പഴയ സെറ്റായിരുന്നു നല്ലത്, പിന്നെ ആഷ്മി എൻകൗണ്ടർ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ചാനൽ മാറ്റാത്താണെന്ന് പറയുന്നു. നമുക്ക് നോക്കാം, അത് വലിയൊരു പ്രശ്നമല്ല. ഇനി നമ്മൾ എംബോക്സിലേക്കാണ് മടങ്ങി വരുന്ന. കുരങ്ങുപനി എന്ന പേരിലാണെന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടുത്ത പനി, പേശിവേദന, ലിംറ്റോണുകളിലെ വീക്കം, തലവേദന, ത്വക്കിൽ പഴുപ്പും ചൊറിച്ചിലും, വേദനയുള്ള കുമിളകൾ, തടിപ്പുകൾ, ഊർജ്ജക്കുറവ് എന്നിവയൊക്കെയാണ് ഈ എംബോക്സിൻ്റെ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കകം ദേഹത്തെ കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലും കൂടുതൽ കുമിളകൾ കാണപ്പെടാം. കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നിവിടങ്ങളിലും കുമിളകൾ വരും. ഈ രോഗം പകരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുരങ്ങുപനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിന് സാധ്യത വളരെ വളരെ കൂടുതലാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നവർ മുൻകരുതൽ സ്വീകരിക്കണം. കുരങ്ങ് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകരും. എംബോക്സിന് ചികിത്സയുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് വൈറൽ രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക, രോഗം മൂലമുള്ള സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. എംബോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ചില വാക്സിനുകൾ മാർക്കറ്റിലുണ്ട്. എംബോക്സ് ഉള്ള ആളുമായി സമ്പർക്കം പുലർത്തിയാൽ 4 ദിവസങ്ങൾക്കുള്ളിൽ ഈ വാക്സിൻ കൊടുക്കണം. ഇപ്പോഴത്തെ വകഭേദത്തിന്, അതായത് ഇപ്പോൾ കാണുന്ന ഈ എംബോക്സിന് മരണസാധ്യത പഴയ വകഭേദത്തേക്കാൾ 10% കൂടുതലാണ് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഓർക്കുക, ജാഗ്രത വേണം, പക്ഷേ നമ്മൾ ഭയക്കേണ്ട. അല്ല വേണ്ടത്, വളരെ പെട്ടെന്ന് ഇതൊരു വൈറൽ സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രത വേണം. എന്തെങ്കിലും ലക്ഷണം കണ്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ വളരെ വേഗം ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിൽ ഇന്ന് പുലികൾ നഗരം കീഴടക്കിയ ദിവസമായിരുന്നു. രാവിലെ തന്നെ പുലി കളിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. ഇന്ന് വൈകുന്നേരമായതോടെ സ്വരാജ് റൗണ്ട് മുഴുവൻ പുലികളെ കൊണ്ട് നിറഞ്ഞു. 350-ലധികം പുലിക്കൂട്ടമാണ് തൃശ്ശൂരിൽ ഇറങ്ങിയത്. തൃശ്ശൂരിൽ പുലിക്കൂട്ടം ഇറങ്ങി. തൃശ്ശൂരിനെ ആവേശ കൊടിമുടി കയറ്റി പുലിക്കൂട്ടം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച പുലിക്കളിയിൽ 7 ദേശങ്ങളിൽ നിന്നായി 350-ലധികം പുലികൾ ഇന്ന് ചുവടുവെച്ചു. കെട്ടിലും മട്ടിലുമെല്ലാം പുതുമയുമായി കുട്ടിപ്പുലികളും പെൺപുലികളും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു.
ആനുകാലിക സംഭവങ്ങൾ ആസ്പദമാക്കിയ നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചക്കാർക്ക് കൗതുകം പകർന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ പുലികളി കാണാൻ തൃശ്ശൂർ നഗരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പുലിക്കളിക്ക് അവസാനമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂരജ് സജി പുലിക്കൂട്ടത്തിനിടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. തൃശ്ശൂർ നിന്ന് സൂരജ് സജി, എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. ഇപ്പോഴും ഈ പുലിക്കളി അവസാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നടുവിലാലാണ്. അത് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, വിയ്യൂർ ദേശത്തിന്റെ പുലികൾ ഇപ്പോൾ ഈ നടുവിലാലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ വന്ന് നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ പുലികൾ പോകുക. ഈ വിയ്യൂർ ദേശത്തെ സംബന്ധിച്ച് ഇവർ MG റോഡ് വഴി ആയിരുന്നില്ല വന്നത്, നായ്ക്കനാൽ വഴി കയറിയ ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി, അതായത് ഈ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെത്തി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ച് ചുവട് വെച്ചതിന് ശേഷം മാത്രമാണ് എല്ലാ പുലിക്കളി സംഘങ്ങളും ഇവിടെ നിന്ന് മടങ്ങാറുള്ളൂ. ഈ ഒരു വർഷത്തെ കാത്തിരിപ്പ് പുലിക്കളി കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് തേങ്ങ ഉടച്ച് ചുവട് വെക്കുക എന്നുള്ളത് ആ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹ സാഫല്യത്തിന് കൂടിയുള്ള നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 7 ദേശങ്ങളാണ് ഇക്കുറി പുലിക്കളിയുമായി ഇറങ്ങിയത്. ഒന്നിനൊന്ന് മെച്ചം. ഏതാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇന്ന് സ്വരാജ് റൗണ്ടിൽ ആകെ കണ്ടത്. ഒരു പൂരത്തിന് സമാനമായ അന്തരീക്ഷം, മണൽത്തരി വീണാൽ പോലും താഴേക്ക് പതിക്കാത്ത തരത്തിലുള്ള ജനാരവം അത് നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നീട് ഒരു പൂരമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പൂരം അത് ഈ പുലിക്കളി തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ജനത്തിരക്കാണ് ഈ സ്വരാജ് റൗണ്ടിൽ ആകെ നമുക്ക് കാണാനായത്. 2 വഴികളിലൂടെ ഈ ദേശങ്ങളിലെ പുലിക്കളി സംഘങ്ങൾ എത്തുന്ന സമയത്ത് ഇരുപാതയിൽ ഉടനീളം ആളുകൾ കാത്തുനിന്ന് ഈ പുലിക്കളി സംഘത്തിന്റെ താളത്തിനൊത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ച് താളം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അച്ചടക്കത്തോടുകൂടി ചുവട് വെച്ചെത്തിയ പുലികൾ അത് ആവേശം വിതർന്ന ഒരു കാഴ്ചയും ഇന്ന് കാണാനായി. അത് ഇപ്പോൾ ഈ രാത്രി കൂടി എത്തുമ്പോൾ വലിയ രസമാണത്. ഈ ലൈറ്റുകളെല്ലാം പിടിപ്പിച്ചു വരുന്ന പുലികളുണ്ട്, ഫ്ലൂറസെന്റ് പുലികളുണ്ട്. അത് പകൽ സമയത്ത് ഈ ഫ്ലൂറസെന്റ് പുലികളുടെ രസം അത് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഈ രാത്രി സമയത്ത് ഈ പുലികൾ ചുവട് വെച്ചെത്തുമ്പോൾ അതിന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ പച്ച നിറത്തിലും മജന്ത നിറത്തിലും ഒക്കെയുള്ള ഈ ഫ്ലൂറസെന്റ് പുലികൾ തന്നെയാണ്. ആ ഫ്ലൂറസെന്റ് പുലികൾ ഇക്കൂട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ നിശ്ചല ദൃശ്യങ്ങൾ, വയനാട്ടിലെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ, അതായത് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ അമ്മയും മക്കളും അവർ ഒരു ആനയ്ക്ക് മുന്നിൽ അഭയം പ്രാപിച്ചു ഒരു രാത്രി മുഴുവൻ ഈ കാടിനകത്ത് ആനയുടെ അടുത്ത് അന്തി ഉറങ്ങിയ കഥ നമ്മൾ കേട്ട ഹൃദയവേദനയോടെ കേട്ടവരാണ് നമ്മൾ. അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ അതിജീവനം ഓർമ്മിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ പോലും ഇന്ന് ഈ പുലിക്കളിയുടെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വിയ്യൂർ ദേശത്തിന്റെ പുലിക്കളി സംഘമാണ്. അതിന് പിന്നാലെ മറ്റൊരു ദേശം കൂടി വരാനുണ്ട്. അങ്ങനെ വിയ്യൂരിന്റെ 2 സംഘങ്ങൾ ഇതുവഴി പോയാൽ മാത്രമാണ് ഇത് അവസാനിക്കുകയുള്ളൂ. 9:30 മാത്രമാണ് ഈ പുലിക്കളിക്ക് ഒരു അവസാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. അതായത് ഈ സ്വരാജ് റൗണ്ട് വിട്ട് പുലിക്കളി സംഘങ്ങൾ പുറത്തേക്ക് പോകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് ഒരു വാർത്ത അറിയിക്കുന്നു. ബംഗളൂരിൽ നിന്ന് ഷിരൂർ ദൗത്യത്തിൻ്റെ തെരച്ചിൽ മറ്റന്നാൾ ആരംഭിക്കും. നാളെ പുലർച്ചെ 2 മണിക്ക് ട്രഡ്ജർ കാർവാർ തുറമുഖത്ത് നിന്ന് ഷിരൂരിലേക്ക് തിരിക്കും. പുഴയിലെ വേലിയിറക്ക സമയം അടിസ്ഥാനമാക്കി പാലങ്ങൾ കടക്കണം. നാളെ വൈകുന്നേരം ഷിരൂരിലെത്തും. കാലാവസ്ഥ നിലവിൽ അനുകൂലമാണെന്നും അരുൺ പൂപ്പറമ്പ് അറിയിക്കുന്നു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെ ആയി തുടരുകയാണിപ്പോൾ. ഹരിദാസ് പറയുന്നു, SKN എന്താ ആറന്മുള വള്ളംകളിക്ക് എത്താഞ്ഞത് എന്ന് ചോദിക്കുന്നു. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വള്ളംകളി ഞാൻ TV-യിൽ കണ്ടു, വളരെ ആവേശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ കിരീടം ചൂടി കോയിപ്പുറം, കൊറ്റാത്തൂർ പള്ളിയോടങ്ങൾ 2 ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ 50 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ മാറ്റുരച്ചു. ഉച്ചയോടെ തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് 52 പള്ളിയോടങ്ങൾ പമ്പയാറിലൂടെ തുഴഞ്ഞെത്തി. അമരച്ചാർത്തണിഞ്ഞ് വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴഞ്ഞു നീങ്ങിയ പള്ളിയോടങ്ങൾ കാഴ്ചാവിരുന്നായി. രണ്ടര മണിയോടെ A-B ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ. നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമമനുസരിച്ചാണ് ഇത്തവണ ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത്. 50 വള്ളങ്ങൾ പോരടിച്ചപ്പോൾ 8 ടീമുകൾ ഫൈനലിലെത്തി. കടുത്ത ചൂടിനെയും വെല്ലുന്ന മത്സര ചൂടായിരുന്നു ആറന്മുളയിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഹീറ്റ്സ് മത്സരവും കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തിയപ്പോൾ പമ്പയുടെ നെട്ടായം മുഴുവൻ ജനസാഗരം കൈയടക്കി.
ഇടക്കുളം, കൊറ്റാത്തൂർ, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നിവർ ഏറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ മത്സരം ഇഞ്ചോടിഞ്ച്. ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം. എ ബാച്ച് ഫൈനൽ മത്സരം തുടങ്ങിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി. ഇരുട്ടുവീണിട്ടും മത്സരച്ചൂടിൽ കാണികൾ ആർത്തിരമ്പി. ആവേശപ്പോരിൽ കോയിപ്രം പള്ളിയോടത്തിന് കിരീടം. പുതുക്കിയ സമയക്രമത്തെ ചൊല്ലി ചില വാക്കുതർക്കങ്ങളുണ്ടായെങ്കിലും മൊത്തത്തിൽ സമാധാനപരമായിരുന്നു ഉത്രട്ടാതി വള്ളംകളി. ആവേശോജ്വലമായ മത്സരം, വേനൽ ചൂടിനെ വെല്ലുന്ന മത്സരച്ചൂട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വിജയികളെ തീരുമാനിച്ചു കോയിപ്രം. എന്തായാലും ഇനി അടുത്ത തവണ കാണാം. ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24, പത്തനംതിട്ട. ഉത്രട്ടാതി വള്ളംകളിയുടെ ആവേശം പ്രേക്ഷകർക്ക് മനസ്സിലല്ലോ. റെജി വീട്ടി കല്ലേരി ചോദിക്കുന്നു, എംബോക്സിൻ്റെ മരണനിരക്ക് എത്രയാണ്? 5%. ഈ രോഗം പൂർണ്ണമായി ഭേദമാകുമോ? ഒരുപാട് വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഏതാണ്ട് 2022 ശേഷം ഏതാണ്ട് 2024 വരെ ഉണ്ടായ കേസുകൾ 208 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരുപാട് വിശദാംശങ്ങൾ ചോദിച്ചാൽ എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ കൂടി വേണ്ടി വരും. വിദഗ്ധനായ ഡോക്ടറെ കണ്ട് താങ്കൾ വിശദാംശങ്ങൾ തേടണം എന്നാണ് ഞാൻ പറയുന്നത്. വിദഗ്ധർ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ കേൾക്കുന്നുണ്ടാവും, അവർക്ക് ചിരി വരും. അപ്പോൾ ഇന്നത്തെ വാർത്താപ്പകൽ കുറച്ച് അധികം വാർത്തകൾ വന്നു. തൃശ്ശൂരിലെ പുലിക്കളി, അതുപോലെ ഉത്രട്ടാതി വള്ളംകളി, ഇത് മാത്രമല്ല മറ്റു വാർത്തകളും വന്നു. ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച വാർത്തകളിലൂടെ പെട്ടെന്നൊരു പ്രദർശനം വാർത്താപ്പകൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിക്കാൻ കഴിയുന്ന ജനകീയ നേതാവ് കോൺഗ്രസിനില്ലെന്ന് കെ മുരളീധരൻ. കോൺഗ്രസിന് കിട്ടേണ്ട ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് BJP കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൃശൂർ കൈവിടുമെന്ന് പറഞ്ഞ് ലോക്സഭാ തോൽവി യാദൃച്ഛികമല്ലെന്ന് മുരളിയുടെ ഉള്ളിയമ്പ്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഗണേശ പൂജയിൽ ചീഫ് ജസ്റ്റിസിനെതിരെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് വിമർശനം. ജഡ്ജിമാർ വിശ്വാസവും ആത്മീയതയും സ്വകാര്യമായി സംരക്ഷിക്കണമെന്ന് മുൻ ജസ്റ്റിസ് ഹിമ കോഹ്ലി. ജഡ്ജിയുടെ വ്യക്തിപരമായ ചായ്വ് നീതിന്യായ നിർവഹണത്തെ ബാധിക്കുമെന്നും തുറന്നടിക്കൽ. പുതിയ സിനിമാ സംഘടനയെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങൾക്കിടെ ആഷിക് കപൂറും സംഘവും മുന്നോട്ട്. ചർച്ചയിൽ പങ്കെടുത്തവരെ ഭാരവാഹികളായി ചിത്രീകരിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന് വിശദീകരണം. നിർമ്മാതാവ് മുതൽ പോസ്റ്റർ പതിക്കുന്നവർക്ക് വരെ സംഘടനയിൽ അംഗത്വം നൽകുമെന്നും പ്രഖ്യാപനം. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫി നിയന്ത്രിച്ച് ഹൈക്കോടതി. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കില്ല. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗേഴ്സിന്റെ വീഡിയോ ചിത്രീകരണവും പാടില്ലെന്ന് നിർദ്ദേശം. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക്. പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുമെന്ന് ഉദയനിധി സ്റ്റാലിൻ. പാർട്ടി ഭാരവാഹികളുമായി MK സ്റ്റാലിൻ നടത്തിയ ചർച്ചയിൽ ധാരണയായെന്ന് സൂചന. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും ചർച്ചകൾ സജീവം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി നാളെ ജാമ്യത്തിലിറങ്ങും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉടൻ വിചാരണ കോടതിയെ സമീപിക്കും. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി. ഓണക്കാലത്ത് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. ഈ മാസം 6 മുതൽ 17 വരെ 818.21 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിറ്റത് 809 കോടി രൂപയുടെ മദ്യം. മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കങ്ങൾക്കിടെ NCP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. മറ്റന്നാൾ മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, PC ചാക്കോ എന്നിവർ പങ്കെടുക്കും. മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിൽ ഉറച്ച് AK ശശീന്ദ്രൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പുതുപ്പാടി അടിവാരം സ്വദേശിയായ യുവതിയുടെ ഭർത്താവ് PK പ്രകാശനും പൂജാരി V ഷമീറും പിടിയിൽ. പ്രൈം ടൈം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. നോക്കാം നമുക്ക് സ്പോട്ട് ലൈവ്.
കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ മറ്റന്നാൾ പുനരാരംഭിക്കും. നാളെ വൈകുന്നേരത്തോടെ ട്രഡ്ജർ ഷിരൂരിൽ എത്തിക്കും. അരുൺ പൂപ്പറമ്പ ഷിരൂരിലെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. പറയൂ അരുൺ. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഷിരൂരിലെ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലത്താണ് നിലവിലുള്ളത്. നമ്മൾ ആ സമയത്ത്, അതായത് ആ മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ വന്നപ്പോഴുള്ള ആ ഒരു സാഹചര്യമല്ല. ആ ഇടം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 വരി പാത, നമുക്കറിയാം ദേശീയ പാതയാണ്, ആ ഗംഗാവലി പുഴയോരത്തെ സ്ഥലമാണ്. ആ ദേശീയപാതയിൽ ഇപ്പോൾ ഈ 2 വരി ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, പക്ഷെ നമുക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാം. ആ രീതിയിൽ ഇപ്പോൾ ഇതൊരു സാധാരണ നിലയിലേക്ക് ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 2 വരി മാത്രമാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. മറുവശത്ത് ഇപ്പോഴും വലിയ മൺകൂനയുണ്ട്. അത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് വാഹനങ്ങളൊക്കെ ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും SKN ഷിരൂർ ദൗത്യം, അതായത് 2 മാസം പിന്നിടുകയാണ്. ജൂലൈ 16-നാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇതാ 2 മാസം പിന്നിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. അപ്പോഴും നമ്മൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം, അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അർജുനും ലോകേഷിനും ജഗന്നാഥിനും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പലപ്പോഴും ഈ ഷിരൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷിരൂരിലെത്തി റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല കമൻറ്റുകളും കണ്ടിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇത്തരം നമ്മൾ ഇത് അന്വേഷിക്കുന്നത്, കൂടുതൽ ഇത്തരം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും ഒരു ഫലമുണ്ടാവില്ല എന്ന തരത്തിൽ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിന് അതിനൊരു ഉത്തരം ലഭിക്കുക, ഇത് ദുരൂഹമായി ഈ 2 മാസത്തിനിപ്പുറം ഇത് അവസാനിക്കാതിരിക്കണം എന്നൊരാഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മാധ്യമ സ്ഥാപനം സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ആദ്യഘട്ടം മുതൽ നമ്മളിവിടെ ഈ നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നതാണ്, നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തി, ഈ 2 മാസത്തിനിപ്പോഴും നിങ്ങൾ ഇത് അന്വേഷിച്ച് വരുന്നു എന്നതാണ്. എന്തായാലും SKN ദൗത്യം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയുള്ള ആകെ ആശ്രയം, പ്രതീക്ഷ എന്നുള്ളത് ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലാണ്. അതിൻ്റെ പുതിയ അപ്ഡേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നിലവിൽ ഇന്ന് ഉച്ചയോടെയാണ് അത് കാർവാർ തുറമുഖത്ത് എത്തിച്ചേർന്നത്. അതിനുശേഷം ഇപ്പോൾ പുതിയ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ പുലർച്ചെ 2 മണിയോടെ അത് ഷിരൂരിലേക്ക് തിരിക്കും. പക്ഷേ അത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഈ പുഴയിലൂടെ കൊണ്ടുവരിക, 2 പാലങ്ങൾ കടക്കേണ്ടതുണ്ട്. അത് ഈ വേലി ഇറക്ക സമയത്തായിരിക്കും ഈ 2 പാലങ്ങൾ കടന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം പൂർണ്ണമായും അതിനാവശ്യമാണ്. അതിന് സമയം ആ രീതിയിൽ ക്രമീകരിച്ചാണ് കൊണ്ടുവരുന്നത്. വൈകിട്ടോടെ ഷിരൂരിൽ എത്തിച്ചേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റന്നാൾ തെരച്ചിൽ പുനരാരംഭിക്കും. വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം നേരത്തെ നാവികസേന ഉൾപ്പെടെ മാർക്ക് ചെയ്ത സ്ഥലത്തെ അടിയിൽ മണ്ണും കല്ലുകളും നീക്കം ചെയ്താൽ നേരത്തെ നമ്മൾ ചോദിച്ചിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും, അർജുൻ്റെ ഉൾപ്പെടെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളത്. SKN. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്. അപകടം നടന്ന അതേ സ്പോട്ടിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേർന്നത്. സജികുമാർ പറയുന്നു, ആനയ്ക്കും പൂരത്തിനുമൊപ്പം തൃശ്ശൂറുകാർക്ക് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പുലിക്കളിയാണ്. പുലിക്കളിക്ക് ഒരല്പം പ്രാധാന്യം കുറച്ചോ? പുലിക്കളി ആയിരുന്നു നമ്മുടെ സ്ക്രീനിൽ നിന്ന് കൂടുതലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച കേന്ദ്രമന്ത്രിസഭാ യോഗം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇന്ന് അംഗീകാരം കിട്ടിയത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ സാധ്യത, നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒറ്റ തെരഞ്ഞെടുപ്പ് അപ്രായോഗികമാണെന്നും പാർലമെൻറ്റിൽ എതിർക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ചു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇക്കഴിഞ്ഞ മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്നും രാജ്യത്ത് വികസനം കൊണ്ടുവരുമെന്നുമാണ് വാദം. 32 രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തെരഞ്ഞെടുപ്പ് രീതിയെ അനുകൂലിച്ചു. 15 രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തെന്നും കേന്ദ്രം. One nation, one election was a thought which was announced well before the general elections of 2024. There is a clear thought process that for country's growth, whatever needs to be done will be done, and this is one of those major decisions where, as I said, Sarva Sammiti. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക. 1-ാം ഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 2-ാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്.
ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തമുള്ളതുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അതേസമയം ബിൽ കൊണ്ടുവന്നാൽ പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും വിമർശനം. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പാർലമെന്റിൽ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള ബിൽ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 24 ഡൽഹി. പ്രൈം ടൈം വിത്ത് എസ് കെ തുടരുകയാണ്. സജു പൗലോസ് പറഞ്ഞ ഒരു കാര്യം വായിക്കാതിരിക്കണമെങ്കിൽ നിർവാഹമില്ല. റീച്ച് കിട്ടാൻ അർജുൻ ജീവനോടെ ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ മാർക്കിട്ട് നിങ്ങൾ കൊടുക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. ഇത്ര കഷ്ടപ്പെട്ട് കഞ്ഞി കുടിക്കണോ എസ് കെ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും എൻ്റെ സജു പൗലോസെ, അത്ര കഷ്ടപ്പെട്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ല. നമ്മളെങ്ങനെ കഞ്ഞിയാക്കി കളയല്ലേ കേട്ടോ. കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മളിനി കടക്കുന്നു. നോക്കാം. ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളി. പ്രതികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ 24നോട് പറഞ്ഞു. മകൾ നിരപരാധിയാണെന്ന് ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി ഇന്ന് പറഞ്ഞു. അതേസമയം അപകടത്തിന് തൊട്ടു പിന്നാലെ കാറിൻ്റെ ഇൻഷുറൻസ് പോളിസി പുതുക്കിയെന്ന് കണ്ടെത്തി. കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയാണ് ശാസ്താംകോട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ അഭിഭാഷകനും കേസ് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പഴുതടച്ച അന്വേഷണമാകും പോലീസ് നടത്തുകയെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ 24നോട് പറഞ്ഞു. അപ്പോൾ ഇത്ര ഗൗരവമുള്ള കേസായതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംഗതി പരിശോധിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനും ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് മകളെ കുടുക്കിയതാണെന്ന ആരോപണവുമായി ഡോക്ടർ ശ്രീകുട്ടിയുടെ അമ്മ രംഗത്ത് വന്നു. അത് യമൻ മദ്യപിപ്പിച്ച് കൊച്ചിന്റെ ആഭരണം എല്ലാം കയ്ക്കലാക്കി. ആ കുട്ടിയുടെ 2 വണ്ടി ഉണ്ടായിരുന്നു, R3യും വേറൊരു ആക്റ്റീവയും. അത് രണ്ടും അവൻ എടുത്തിട്ട് ട്രാപ്പിൽ ഇവ ഈ 2 മാസം കൊണ്ടാക്കി എല്ലാ ആഭരണമായതുകൊണ്ട് കുട്ടിക്ക് ക്രിസ്മസ് ഓണത്തിന് ഇവിടെ വരാൻ പറ്റാതെയായത്. ഇതിനിടെ ആനൂർക്കാവ് സ്വദേശി കുഞ്ഞുമോളെ ഇടിച്ചിട്ട കാറിന്റെ ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചിരുന്നുവെന്ന് രേഖകളിൽ വ്യക്തമായി. അപകട ദിവസം രാത്രി ഓൺലൈൻ വഴി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയായിരുന്നു. പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് കാർ. കാർ ഉടമയെ വിളിച്ചുവരുത്തി വിശദമായ മൊഴിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അപകടശേഷം നിർത്താതെ പോയ പ്രതികളെ പിന്തുടർന്ന് മർദ്ദിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തു. അരുൺരാജ്, 24 കൊല്ലം. ഇനി മലപ്പുറത്തു നിന്ന് വന്ന ആശ്വാസ വാർത്ത. നിപ രോഗലക്ഷണങ്ങൾ കാണിച്ച 10 പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് നെഗറ്റീവായി. മരിച്ച യുവാവിൻ്റെ മാതാവ്, ചികിത്സിച്ച ഡോക്ടർ, അടുത്ത ബന്ധുക്കൾ എന്നിവയുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. 11 പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നും ടെലിഫോണിൽ ചേരുന്നു. ബിപിൻ, വിശദാംശങ്ങൾ. SK ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ചൊരു ആശ്വാസ ദിനം തന്നെയാണ്. കാരണം 10 പേരുടെ നിപ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിരിക്കുന്നു. ഇതോടെ 26 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന യുവാവിന്റെ മാതാവ്, അടുത്ത ബന്ധുക്കൾ, ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് നെഗറ്റീവ് ആയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പുതുതായി 11 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വിപുലീകരിക്കുകയാണ്. സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 266 പേരാണ് ഉള്ളത്. ഇന്ന് ഉൾപ്പെട്ടവരിൽ 5 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നും അവലോകന യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 2 പേരെ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രോഗലക്ഷണങ്ങളോടെ അഡ്മിറ്റ് ആക്കി. ഇവരടക്കം 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രതിരോധ മരുന്ന് നൽകുന്നതിനൊക്കെ വേണ്ടി അഡ്മിറ്റായി ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നടന്നു വന്നിരുന്ന, അതായത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടന്നു വന്നിരുന്ന ഫീവർ സർവേ ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു. SK. ബിപിൻ സി വിജയൻ. ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ ജമ്മുകാശ്മീർ ജനത പ്രതികരിച്ചു. 1ാം ഘട്ട വോട്ടെടുപ്പിൽ ജമ്മുകാശ്മീരിൽ മികച്ച പോളിംഗ് ഉണ്ടായി. വൈകിട്ട് 5 മണിവരെ 59.08% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. സമാധാനപരമായിരുന്നു 1ാം ഘട്ട വോട്ടെടുപ്പ്. അതും വളരെ ആശ്വാസം. 10 വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ ജനങ്ങൾ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി.
മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു വോട്ടെടുപ്പ്. സുരക്ഷാ ഭീഷണിയുള്ള ദോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്ത്വറിലെ മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 24 സീറ്റുകളിൽ 8 എണ്ണം ജമ്മു മേഖലയിലെ 3 ജില്ലകളിലും 16 എണ്ണം കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, PDPയുടെ സർതാജ് മദ്നി, അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖർ. 24 ഡൽഹി. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലൂക്ക MA പറയുന്നത് അറിയാനുള്ള അവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്. നമ്മൾ പിരിവ് നടത്തി 31 കോടി രൂപ അയച്ചല്ലോ, റഹീമിനെ മോചിപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും ആയോ? ഈ അടുത്തിടെ 24 ചെയർമാൻ ആലിംഗൽ മുഹമ്മദ്, നിങ്ങൾക്കറിയാം, അമീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം ജിദ്ദയിൽ നിന്ന്, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് അടുത്തിടെ കഴിഞ്ഞ ദിവസം 24 ഓഫീസിൽ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം വിശദമായി ചോദിച്ചിരുന്നു. അപ്പോൾ നടപടികളെല്ലാം പുരോഗമിക്കുന്നു. എന്നാൽ കോടതി നടപടികൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന അത്ര വേഗത്തിൽ നടക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം അണ്ടർ കൺട്രോളാണ്. റഹീം മോചിപ്പിക്കപ്പെടും. റഹീം ഒരു പ്രഭാതത്തിൽ കോഴിക്കോട് കരിപ്പൂരിൽ വിമാനമിറങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു യൂട്യൂബ് സന്ദേശം കൂടി എനിക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ വാർത്ത വരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പരസ്യപ്പെടുത്തുന്നത് മൃഗീയമായ കുറ്റമാണെന്ന് കേരള ഫെമിനിസ്റ്റ് ഫോറം പറയുന്നു. മൊഴി നൽകിയ സ്ത്രീകൾക്ക് സർക്കാർ സുരക്ഷ നൽകണമെന്നും കേരള ഫെമിനിസ്റ്റ് ഫോറം അംഗം K. അജിത പറഞ്ഞു. മൊഴി പരസ്യപ്പെടുന്ന മാധ്യമരംഗത്തെ ദുഷ്പ്രവണത തിരുത്തിയില്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്നും K. അജിത വ്യക്തമാക്കി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിത്തറയായിട്ടുള്ള ഈ പ്രസ്താവനകൾ പറഞ്ഞ പെൺകുട്ടികളെ ഹറാസ് ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം മൃഗീയമായ അല്ലെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുറ്റമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് സർക്കാർ എല്ലാവിധ പ്രൊട്ടക്ഷനും അവർക്ക് നൽകണം. അവർക്ക് അവരുടെ സ്വന്തം, അവരിപ്പോഴും ഏതായാലും പലതരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിതം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കണം. മിനി ബാബു റിസ്കേൻ ഓണത്തിന് പട്ടിയും പൂട്ടി ഗേറ്റും തുറന്നിട്ട് 24-ൻ്റെ ഗിഫ്റ്റും കാത്തിരുന്നു. നിരാശയായിപ്പോയി. ഇപ്പോഴാണ് എൻ്റെ മെസ്സേജും വായിക്കുന്നില്ല. അടുത്ത ഓണത്തിന് ഗിഫ്റ്റ് കിട്ടുമായിരിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ സുമോദ് ദാമോദർ. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ സുമോദ് ഇത് 4ാം തവണയാണ് CECയിൽ എത്തുന്നത്. ആഫ്രോ ഏഷ്യൻ കപ്പ് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഇത്തവണത്തെ പ്രഥമ പരിഗണനയെന്ന് സുമോദ് 24-നോട് പറഞ്ഞു. ICCയുടെ സുപ്രധാന കമ്മിറ്റികളിലൊന്നായ ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അസോസിയേറ്റ് മെമ്പർ പ്രതിനിധിയായാണ് സുമോദ് ദാമോദർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. 45 അസോസിയേറ്റ് ബോർഡുകൾ പങ്കെടുത്ത തെരഞ്ഞെടുപ്പിൽ 20 വോട്ട് നേടിയാണ് ബോട്സ്വാന ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധിയായ സുമോദിന്റെ ജയം. 3 ടേമുകളിലായി 2017 മുതൽ 2023 വരെ CECയിലുണ്ടായിരുന്ന സുമോദ മാസങ്ങളുടെ മാത്രം ഇടവേളയ്ക്ക് ശേഷം കമ്മിറ്റിയിൽ തിരിച്ചെത്തി. ഒരു അവസരം കൂടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ച് കയറി മുമ്പേ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് കുറച്ച് ബലമായിട്ട് ശക്തിയായിട്ട് ഒന്നുകൂടി ഒന്ന് തുടങ്ങാമെന്നുള്ള ഒരു വിശ്വാസത്തിന് സന്തോഷമാണ്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ആഫ്രോ ഏഷ്യൻ ടൂർണമെന്റ് തിരിച്ചു കൊണ്ടുവരികയാണ് ഈ ടീമിലെ തന്റെ പ്രധാന ദൗത്യമെന്ന സുമോദ്. ഇങ്ങനെ എത്രത്തോളം നമ്മൾ എല്ലാവരും കൂടെ കളിക്കുന്നു, എത്രത്തോളം കൂടുതലും കളിക്കുന്നു, നമുക്ക് പല കാര്യങ്ങളും എന്താ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ ഡിഫറൻസസ്, വേണ്ടാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉള്ളതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മായ്ച്ചു കളയാൻ പറ്റും. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ സുമോദ് ദാമോദർ ബോട്സ്വാന ദേശീയ ടീമിനായി കളിച്ചിട്ടുണ്ട്. 1998 മുതൽ ക്രിക്കറ്റ് ഭരണതലത്തിലേക്ക് കടന്ന സുമോദ ആഫ്രിക്കൻ ക്രിക്കറ്റ് അസോസിയേഷൻ ചെയർമാൻ, ഫിനാൻസ് ഡയറക്ടർ, ബോട്സ്വാന ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിലും ശ്രദ്ധേയനായിരുന്നു. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. ഇനി വാൽക്കഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പോയിട്ടും തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു സങ്കടം പറച്ചതിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണാം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. ചില സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ മായാതെ കിടക്കും. എത്ര കാലം കഴിഞ്ഞാലും അത് നീറി പുകയും. അതുപോലെയാണ് ചില തോൽവികളും. ആരൊക്കെ സമാധാനിപ്പിച്ചാലും ഉള്ളു കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കരച്ചിൽ ഇന്ന് കേട്ടു.
നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. എന്റെ അമ്മയെ നാട്ടിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പാവം, തോറ്റതിനേക്കാൾ മൂപ്പരുടെ സങ്കടം ജയിക്കുമെന്ന് കൂടെയുള്ളവർ ഉറപ്പ് കൊടുത്തതിലാണ്. ഇതിലും ഭേദം പിച്ചെ എടുക്കാൻ പോയാൽ മതിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊടും ചതി. തോറ്റതല്ല, തോപ്പിച്ചതാ. വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് നെട്ടും ബോൾട്ടുമില്ലാത്ത ഒരു വണ്ടിയിൽ കയറ്റിയത്രേ. ഒരു വണ്ടിയിൽ കയറ്റി യാത്ര ചെയ്യാൻ പറയും. വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗും ഇല്ല, അതാണ് അവിടുത്തെ. തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. വോട്ട് ചേർക്കുന്ന കാലം തൊട്ട് തോൽക്കാനുള്ള വഴി കൂടെയുള്ളവർ ഒരുക്കി കൊടുത്തു എന്നാണ് മുരളീധരൻ സാറിന്റെ സങ്കടം. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് തടി ഊരി, കുഴപ്പമില്ലാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് കേട്ടത്. ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. ഓടിയ വഴിയിൽ പുല്ല് മുളച്ചില്ല എന്നൊക്കെ കേട്ടിട്ടേയുള്ളൂ. ഈ ഓട്ടത്തിന്റെ കഥ കേട്ടാൽ മുരളിച്ചേട്ടൻ ഓടിയ വഴി തന്നെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂർ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. മുരളിച്ചേട്ടൻ ജയിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ധൈര്യം കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരേണ്ടതാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ചർച്ച ഇങ്ങനെ നീട്ടുന്നത്? കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. എന്ത് വാഗ്ദാനം കൊടുത്താലാണ് മുരളിച്ചേട്ടന്റെ മനസ്സ് തണുപ്പിക്കാൻ കഴിയുക എന്ന് ആലോചിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. പ്രൈം ടൈമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വാർത്താ മഴയുടെ ഊഴമാണ്. എസ് വിജയകുമാർ ചേരും. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് കൃത്യം മോർണിംഗ് ഷോയിൽ. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ഓവർ ടു എസ് വിജയകുമാർ.